നമസ്തേ. ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 330 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയിലുള്ളതാണ് മീനം. ഇതിൽ പൂരുരുട്ടാതിയുടെ 4-ാം പാദം, അതായത് 6 മണിക്കൂർ, അവസാനത്തെ 6 മണിക്കൂർ. ഉത്രട്ടാതി, രേവതി, ഇത്രയുമാണ് ഈ 330-നും 360 ഡിഗ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ. പൂരുരുട്ടാതി 4-5 വ്യാഴം. ജൂൺ 2 മുതൽ വ്യാഴം അവിടെയാണ്. അവിടെ മാന്ത്രികം പഠിക്കാൻ കഴിവുള്ളവരാണ്, എളുപ്പം പഠിച്ചവരായിരിക്കാം. സ്റ്റേണാണ് ഇവർ. പരീക്ഷാ വിജയം മുതലായവയിൽ വളരെയേറെ ജാഗ്രത പുലർത്തുന്നവരും വലിയ മികച്ച വിജയം കരസ്ഥമാക്കുന്നവരുമാണ്. പഠിച്ചതിനനുസരിച്ചുള്ള ജോലി അല്ലെങ്കിലും ഏത് ജോലിയും സെലക്ട് ചെയ്യാനുള്ള മനക്കെട്ടിയുള്ളവരാണ്. ഇഷ്ടവിവാഹം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വസ്തുക്കൾ ഭാവിച്ച് കിട്ടുക, പെൻഡിങ്ങിലായിരുന്ന പല കാര്യങ്ങളും നടപ്പാവുക. മന്ത്രം പഠിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ, മന്ത്രിയോ മാന്ത്രികനോ ആകുമെന്ന് പറയുന്ന ഒരു ശൈലി ഇവർക്കുള്ളതാണ്. ഇവർ പെങ്കേമന്മാരാണ്. ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. ഉന്നത കുലജാതരായിരിക്കും. ഉന്നത കുലമായ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ സ്ഥാപനങ്ങൾ, ഇവർ ജോലി ചെയ്ത സ്ഥാപനം മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. ഇവർക്ക് വീട് വെച്ച് വിൽക്കാനുള്ള കഴിവുള്ളവരാണ്. റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഇവർ കഴിയും. ഇഷ്ടവിവാഹം പറഞ്ഞല്ലോ, ധനമുള്ള ജീവിത പങ്കാളി ഇവർക്ക് ലഭിക്കും. ദൂരയാത്ര, വരുമാനം എന്നിവ ഇവർക്കുള്ളതാണ്. എന്തായാലും ശോഭനമായ ഒരു ഭാവി ഉരുട്ടാതി 4-ാം പാദക്കാർക്കുള്ളത്. അടുത്ത ഉത്രട്ടാതിയാണ്. ജനിച്ചവർക്ക് ഭവനമില്ലാത്തിടത്താണ് അവർ ജനിച്ചതായാലും ഇവർ സ്വന്തമായി സ്ഥലം വാങ്ങുകയും ഭവനം ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർ ലക്കി പേഴ്സൺസാണ്. യാതൊരു സംശയമില്ല. ഇവരുടെ പഠിത്തം, ബിസിനസ്, അത് മുഖാന്തരമുള്ള ജോലി എന്നിവ ഇവർക്ക് എവിടെയും കിട്ടുന്നതാണ്. സമൂഹത്തിൽ ഉന്നത കുലജാതരായ സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും. ഇവർ ആരെയും ചൂഷണം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇവർക്ക് അവരെ കൊണ്ട് വൻപിച്ച ഗുണഗണങ്ങൾ ഉണ്ടാകും. വലിയ ഉന്നതരായ ആളുകളുടെ PA ലെവലിലുള്ള വ്യക്തികളായി ഉയരാൻ അവർ കഴിയും. ഒരു ഡ്രൈവറാണ് എങ്കിൽ അയാൾക്ക് വല്ല സെക്രട്ടറിയുടെയോ ഏതെങ്കിലും സർക്കാരിലെ സെക്രട്ടറിയുടെയോ മന്ത്രിയുടെയോ സഹകരണത്തോടെ അവരുടെ വാഹനം ഓടിക്കാൻ കഴിയും. അത്തരത്തിൽ മികച്ച രീതിയിലുള്ള ആളുകളാണ് ഇവർ. ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടി അതിലൂടെ ഉയർന്നാലും ഇവർ മറ്റൊരു വർക്ക് കൂടി ചെയ്യാൻ കഴിവുള്ളവരാണ്. എപ്പോഴും ഭാവനാശാലികളാണ്, എഴുത്തുകാരാണ്, നേതാക്കളാണ്. അപ്രകാരം ഇഷ്ടേണാണ് ഈ നക്ഷത്രക്കാർ. നല്ല ജീവിത പങ്കാളിയും മക്കളും ചെറുമക്കളുമായി മാതൃകാ ജീവിതം നയിക്കുന്നവരായിരിക്കും ഇവർ, ഒരു സംശയവുമില്ല. അടുത്തത് രേവതിയാണ്. രേവതിയുടെയും 5-ലാണ്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവർക്ക് 5 എന്ന് പറയുന്നിടം സന്താനങ്ങളുടെ സ്ഥലമാണ്. സന്താനങ്ങളുടെ ഉയർച്ച താഴ്ചകൾ കാണേണ്ടതായി വരും. അവർക്ക് ജോലി 1-2 ജോലികൾ കിട്ടും. നല്ല ജോലികൾ സെലക്ട് ചെയ്യാം, മറ്റു ജോലികൾ ഉപേക്ഷിക്കാം. ഇത് തന്നെയായാലും വിദ്യാവിജയം വളരെ കുടപ്പുറപ്പാണ്. അഷ്ടലക്ഷ്മി മന്ത്രം പറയുന്നത് ഇവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. സൗന്ദര്യ ആരാധകരാണ്. വിദ്യാർത്ഥ്യാകാരം കണ്ടെത്തുവാനും അത് ഭംഗിയായി ചെയ്തു തീർക്കാനും ഇക്കൂട്ടർക്ക് പ്രത്യേക സാമർഥ്യം ഉള്ളവരാണ്. ഇവരുടെ വ്യാഴനെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. മറ്റുള്ളവർക്കെല്ലാം അതിന് മിക്സഡ് ഫീലിംഗ് ആണ്. ഇവർക്ക് ഗുണം മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് ശനിദേവൻ. ശനിദേവനിൽ നിന്ന് കിട്ടുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല. ഗുണഗണങ്ങൾ വർദ്ധിച്ചു വരും. ഇവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിരിക്കും, പ്രാസംഗികരായിരിക്കും. ഇവർ എപ്പോഴും തലയെടുപ്പുള്ളവരാണ്. നല്ല ശബ്ദത്തിൻ്റെ ഉടമകളും ആരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ളവരുമാണ്. ഇവർ കവികളും കലാകാരന്മാരും ഈ നക്ഷത്രത്തിലുണ്ട്. ഉത്തരോത്തരം അവർ ഉയർന്നു വരാൻ ദൈവസഹായം കിട്ടും. ഇവർക്കെപ്പോഴും ഭാവനാശാലികളാണ്, എഴുത്തുകാരാണ്. സ്വന്തം ഭവനമുണ്ടായിരിക്കും, വേറെ വീട് വെച്ച് വിൽക്കാൻ കഴിയും. ഇവർക്ക് സഹോദര സ്നേഹമുള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. ശനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നവരോടാണ് ഏറെ താല്പര്യം. 5-ലെ വ്യാഴം മുഖാന്തരം അവർക്ക് വൻകിട നേട്ടങ്ങളുണ്ടാകും. ഒരു കാര്യം എടുത്തു പറയാം, സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, സംശയിക്കേണ്ട.